കൊച്ചി സിറ്റി പോലീസും റെയിൽവേ പോലീസും പിടികൂടിയ ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് നടപടി. 7.5 കോടിയുടെ ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ശ്യാം, എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ നശിപ്പിച്ച് കളഞ്ഞത്? ആര്യ, ഇന്ന് രാവിലെയോടുകൂടിയാണ് കൊച്ചി സിറ്റി പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ പിടികൂടിയ ലഹരി വസ്തുക്കൾ. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന 587 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു, 2.46 കിലോഗ്രാം MDMA, ഹാഷിഷ് ഓയിൽ, നൈട്രോ സെപ്പാം ടാബ്ലറ്റ്, ബ്രൗൺ ഷുഗർ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിങ്ങനെ ഉൾപ്പെടുന്ന മാരക ലഹരി മരുന്നുകളാണ് ഇന്ന് ബ്രഹ്മപുരത്തെ ഇൻസിനേറ്ററിലൂടെ നശിപ്പിച്ച് കളഞ്ഞത്. അത് വലിയ തോതിൽ വായു മലിനീകരണമോ മറ്റും ഒന്നും തന്നെ ഉണ്ടാക്കാത്ത ഒരു സംവിധാനമാണ്. ബ്രഹ്മപുരത്തെ പ്ലാന്റിൽ ഉള്ള സംവിധാനമാണ്. ഏകദേശം വലിയ തോതിലുള്ള ഒരു ലഹരി മരുന്നിൻ്റെ ഹബ്ബായിട്ട് കൊച്ചി മാറിയിരുന്നു. ഈ ഒരു വർഷ കാലയളവിൽ പോലീസ് ശക്തമായ രീതിയിൽ ഡാൻസ് ഓഫ് മടങ്ങുന്ന സംഘം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ലഹരി വേട്ട നടത്തുകയും തുടർന്ന് ഈ പിടിച്ചെടുത്ത ലഹരികൾ കോടതി നടപടികളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ഫയർ എന്ന ഒരു പദ്ധതി രൂപപ്പെടുത്തിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് ഉൾപ്പെടെയുള്ളവർ, കൊച്ചി നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ചേർന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടതും ഇവയെല്ലാം തന്നെ ഇന്ന് ബ്രഹ്മപുരത്ത് വെച്ച് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി.